ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ 2015 SSLC എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ സി ഇസ് ദ സെന്റർ ഓഫ് ദി സർക്കിൾ ആൻഡ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു 30 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ സി ഡി? ഇഫ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ സി എ ബി ആൻഡ് എ ബി ഈക്വൽ ടു 6 സെന്റിമീറ്റർ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. ചിത്രത്തിൽ സി വൃത്തകേന്ദ്രമാണ്, കൂടാതെ കോൺ എ ബി ഡി 30 ഡിഗ്രിയാണ്. കോൺ എ സിയുടെ അളവ് എത്രയാണ്? കോൺ എ ബി ഡി ഈക്വൽ ടു കോൺ സി എ ബി, കൂടാതെ എ ബി ഈക്വൽ ടു 6 സെന്റിമീറ്റർ. വൃത്തത്തിന്റെ ആരം കണക്കാക്കുക. ഇവിടെ സി എന്നത് നമ്മുടെ വൃത്തത്തിന്റെ കേന്ദ്രം അഥവാ സെന്റർ ആണ്. ആംഗിൾ എ ബി ഡി 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ എ സി ഡിയുടെ അളവ് എത്രയാണ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു കോഡിൽ നിന്നും അഥവാ ഒരു ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലേക്കുണ്ടാകുന്ന ആംഗിൾ അതേ ഞാണിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടാകുന്ന ആംഗിളിന്റെ ഇരട്ടിയാണ്. ഇവിടെ എ ഡി എന്നതൊരു കോഡ് അഥവാ ഞാണാണെന്ന് സങ്കല്പിക്കുക. എ ഡി എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്കുണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ ബി. അതെത്രയാണ്? 30 ഡിഗ്രിയാണ്. ഇനി ഇതേ കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിലുണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ സി. അപ്പോൾ ആംഗിൾ സി എത്രയായിരിക്കും? 30 ഡിഗ്രിയുടെ ഇരട്ടി, അതായത് 60 ഡിഗ്രിയാണ്. ഇതിനെക്കുറിച്ച് സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഇഫ് ആംഗിൾ എ ബി ഡി ഈക്വൽ ടു ആംഗിൾ സി എ ബി. ഇവിടെ ആംഗിൾ എ ബി ഡി എത്രയാണ്? 30 ഡിഗ്രിയാണ്. ആംഗിൾ സി എ ബിയും ആംഗിൾ എ ബി ഡിയും ഈക്വൽ ആണ്. അപ്പോൾ ആംഗിൾ സി എ ബി എത്ര വരും? 30 ഡിഗ്രി. ഇത് 60 ഡിഗ്രി ആണെന്ന് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ അതിൽ നിന്ന് 60 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 120 ഡിഗ്രി. അതിൽ നിന്ന് 30 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്ര വരും? 90 ഡിഗ്രി. അതായത് ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഈ ട്രയാങ്കിൾ ബി ഇ ഡി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 30 ഡിഗ്രി ആംഗിൾ ആണ് നമുക്കറിയാം. ഇവിടെ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതും എന്താണ്? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. അതായത് ട്രയാങ്കിൾ എ ഇ സിയും ട്രയാങ്കിൾ ഡി ഇ ബിയും എന്താണ്? തുല്യമായ 2 ത്രികോണങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എ എന്ന ലൈനും ഇ ബി എന്ന ലൈനും ഈക്വൽ ആണ്. ഇവിടെ നമുക്ക് എ ബി, അതായത് ഇതിലെ ഹോൾ ലൈൻ 6 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ എയും ഇ ബിയും എത്ര വീതമായിരിക്കും? 3 സെന്റിമീറ്റർ വീതമായിരിക്കും. ഇനി നമ്മൾ ട്രയാങ്കിൾ എ ഇ സി അഥവാ ത്രികോണം എ ഇ സി മാത്രമായിട്ടൊന്ന് വരയ്ക്കുകയാണ്. ഇത് എ എന്ന ലൈനാണ്. ഇയിൽ നിന്ന് സിയിലേക്ക് എ സി എന്ന ലൈനിനെ കൂട്ടിമുട്ടിച്ചു. എ ഇ സി. ഇ എന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാം. എ എന്നത് 30 ഡിഗ്രിയാണ്. സി എന്നത് 60 ഡിഗ്രിയാണ്. എ ഇ എന്ന ലൈനിന്റെ നീളം അറിയാം, 3 സെന്റിമീറ്റർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഈ വൃത്തത്തിന്റെ ആരമാണ്. ഇവിടെ വൃത്ത കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന സൈഡ് എ സി എന്ന സൈഡാണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡാണ്. അതായത് 90 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്, ഈ മട്ട ത്രികോണം അഥവാ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 30 ഡിഗ്രിയോ 60 ഡിഗ്രിയോ ആംഗിൾ എടുക്കാം. ഞാനിവിടെ 60 ഡിഗ്രി ആംഗിൾ ആണ് എടുക്കുന്നത്. 60 ഡിഗ്രി ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് തന്നിട്ടുള്ളത്, 3 സെന്റിമീറ്റർ. 30 ഡിഗ്രി ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 30 ഡിഗ്രി ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ് 3 സെന്റിമീറ്റർ. ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ട് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക? സൈൻ. കാരണം എന്താണ്? സൈൻ എക്സ് ഡിഗ്രിയുടെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അഥവാ എതിർവശം ബൈ കർണം എന്നാണ്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ബൈ ഹൈപ്പോട്ടന്യൂസ്. സൈൻ 60 ഡിഗ്രി എത്രയാണെന്ന് നമുക്ക് ടേബിളിൽ നോക്കിയാൽ മനസ്സിലാകും. എത്രയാണ്? സൈൻ ഓഫ് 60 ഡിഗ്രി എന്നത് √3/2 ആണ്. Therefore, നമുക്ക് ഹൈപ്പോട്ടന്യൂസിനെ എ സി അഥവാ റേഡിയസ് എന്ന് സൂചിപ്പിക്കാം. ഈക്വൽ ടു √3/2. ഇനി ഇതിൽ നിന്ന് നമുക്ക് എ സി കണ്ടുപിടിക്കണം. എ സിയെ നമുക്ക് ഇക്വേഷന്റെ
വലതുഭാഗത്തേക്കും √3/2 ഇക്വേഷന്റെ ഇടതുഭാഗത്തേക്കും കൊണ്ടുവരാം. അപ്പോൾ എന്ത് വരും? 3/√3/2. അതെങ്ങനെയാണ് ഹരിക്കുക? 3 ഹരിക്കണം √3/2. 3 ഈ ഹരണം നമ്മൾ ഗുണനമാക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് പറയും? തൊട്ടടുത്ത് വരുന്ന ഇന്റീജറിന്റെ റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം എടുക്കണം. ഇവിടെ √3/2ന്റെ വ്യുൽക്രമം എന്ത് വരും? 2/√3. 3 × 2 എത്രയാണ്? 6. 6/√3. അതായത് AC-യുടെ നീളം 6/√3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ അഥവാ വൃത്തത്തിന്റെ ആരം എന്നത് 6/√3 സെന്റിമീറ്റർ ആണ്. അടുത്ത ചോദ്യം, ഇൻ ട്രയാങ്കിൾ ABC, AB = 5 cm, ആംഗിൾ A = 80 degree, ആംഗിൾ B = 70 degree. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കംസർക്കിൾ ആൻഡ് ലെങ്ത് ഓഫ് ദ അതർ ടു സൈഡ്സ്. ത്രികോണം ABC-യിൽ AB 5 cm, കോൺ A 80 ഡിഗ്രി, കോൺ B 70 ഡിഗ്രി ആണ്. ത്രികോണത്തിന്റെ പരിവൃത്ത ആരവും മറ്റു രണ്ടു വശങ്ങളുടെ നീളവും കണക്കാക്കുക. ഇവിടെ ആദ്യം തന്നെ നമ്മളൊരു ABC എന്ന ട്രയാങ്കിൾ അഥവാ ത്രികോണം വരയ്ക്കുന്നു. അതിനൊരു സർക്കിൾ അഥവാ പരിവൃത്തം വരയ്ക്കുന്നു. ABC എന്ന 3 കോണുകളും സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കും. A എന്ന ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. B എന്ന ആംഗിൾ 70 ഡിഗ്രി ആണെന്നും തന്നിട്ടുണ്ട്. AB എന്ന ലൈനിന്റെ നീളം എത്രയാണ്? 5 സെന്റിമീറ്റർ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിൾ അഥവാ പരിവൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരമാണ്. അതായത് സെന്ററിൽ നിന്നും വൃത്തത്തിലേക്കുള്ള ദൂരമാണ് റേഡിയസ് അഥവാ ആരം. അതാണ് ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനുശേഷം BC എന്ന ലൈനിന്റെ നീളവും AC എന്ന ലൈനിന്റെ നീളവും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റേഡിയസ് അഥവാ ഈ പരിവൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കണം. അതിന് ട്രിഗ്നോമെട്രി അഥവാ ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ ഈ 3ാമത്തെ പോയിന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ലെങ്ത് ഓഫ് കോഡ് AB അഥവാ ഞാണിന്റെ നീളം എന്നത് 2 × r × sin of x/2. r എന്താണ്? പരിവൃത്തത്തിന്റെ ആരം അഥവാ സർക്കിളിന്റെ റേഡിയസ് ആണ്. sin of x/2 അതിലെ x എന്താണ്? AB എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണ് x എന്ന് പറയുന്നത്. നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. ലെങ്ത് ഓഫ് കോഡ് ഈക്വൽ ടു 2 × r × sin of x/2. ആദ്യം തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേഡിയസ് അഥവാ ആരമാണ്. ഇവിടെ 3 കോഡ്സുകൾ ഉണ്ട്. AB, BC, AC. എന്താണ് കോഡ്സ് അഥവാ ഞാണുകൾ? വൃത്തത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടി വരയ്ക്കുന്ന ഏതൊരു ലൈനും ആ വൃത്തത്തിന്റെ കോഡാണ് അഥവാ ഞാണ്. ഇവിടെ AB എന്ന കോഡിന്റെ നീളം നമുക്കറിയാം. എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ്. 2 × r × sin of x/2. AB എന്ന കോഡിന്റെ നീളം 5 സെന്റിമീറ്റർ. 2 × r × sin of x എന്നത് എന്താണ്? AB എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ. അതായത് ഈ ആംഗിൾ ആണ് x എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഒരു ട്രയാംഗിൾ അഥവാ ഒരു ത്രികോണത്തിന്റെ 3 കോണുകളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതിൽ നിന്ന് 80 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 100 ഡിഗ്രി. അതിൽ നിന്ന് വീണ്ടും 70 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്ര വരും? 30 ഡിഗ്രി. അതായത് ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. സർക്കിൾസ് ആൻഡ് ആംഗിൾസ് അഥവാ വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു കോഡ് അഥവാ ഒരു ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ അതേ ഞാണിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ പകുതിയാണ്. ഇവിടെ AB എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഇത്. വൃത്തത്തിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ C, അതായത് 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി എന്നത് കേന്ദ്ര കോണിന്റെ പകുതിയാണ്. അപ്പോൾ കേന്ദ്ര കോൺ എത്ര വരും? 60 ഡിഗ്രി. അപ്പൊ നമുക്ക് x എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. 60/2. അതായത് 5 = 2 × r × sin 60ന്റെ പകുതി എത്രയാണ്? 30 ഡിഗ്രി. ടേബിളിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും sin 30 ഡിഗ്രി എന്നത് എത്രയാണ്? 1/2 ആണ്. ഈ രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ സർക്കിൾ അഥവാ പരിവൃത്തത്തിന്റെ റേഡിയസ് അഥവാ ആരം എന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? BC ആൻഡ് AC ഇവയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ AC-യുടെ നീളം കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഓഫ് കോഡ് ഈക്വൽ ടു 2 × r × sin of x/2 ഈക്വൽ ടു 2 × റേഡിയസ് എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. sin of x എന്താണ്? AC എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന ആംഗിൾ. അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അതിനെന്ത് ചെയ്യണം? എ സി എന്ന കോഡിൽ നിന്ന് വൃത്തത്തിലുണ്ടായ ആംഗിൾ ആണ് ആംഗിൾ പി. ഇതിന്റെ ഇരട്ടിയാണ് കേന്ദ്ര കോൺ. അതായത് 70ന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ്? 140 ഡിഗ്രി. അപ്പോൾ നമുക്ക് എക്സ് എന്ന് എന്ത് എഴുതാം? 140/2 ഈക്വൽ ടു 2 × 5 എത്രയാണ്? 10 ഇൻറ്റു സൈൻ ഓഫ് 140ന്റെ പകുതി 70 ഡിഗ്രി. സൈൻ 70 ഡിഗ്രി എത്രയാണ്? നമുക്ക് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.94. 10 ഇൻറ്റു 0.94 എന്ത് വരും? 9.4 സെന്റിമീറ്റർ. അടുത്തതായി നമുക്ക് കണ്ടുപിടിക്കേണ്ട കോഡ് ഏതാണ്? ബി സി എന്ന കോഡിന്റെ ലെങ്ത് ആണ്. അപ്പോൾ L ഈക്വൽ ടു 2 ഇൻറ്റു R ഇൻറ്റു സൈൻ ഓഫ് x/2. 2 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 5 ഇൻറ്റു സൈൻ ഓഫ് ബി സി എന്ന കോഡിൽ നിന്നും വൃത്തകേന്ദ്രത്തിലുണ്ടാകുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി സി എന്ന കോഡിൽ നിന്ന് വൃത്തത്തിലുണ്ടാകുന്ന ആംഗിൾ ആണ് ആംഗിൾ എ. അത് എത്രയാണ്? 80 ഡിഗ്രി. അപ്പോൾ അതിന്റെ ഇരട്ടി എത്രയായിരിക്കും? 160 ഡിഗ്രി. അതായത് എക്സ് എന്ന് പറയുന്നത് 160 ആണ്. അപ്പോൾ x/2 എന്ന് പറയുന്നത് 160/2. 2 ഇൻറ്റു 5 എത്രയാണ്? 10 ഇൻറ്റു സൈൻ ഓഫ് 160ന്റെ പകുതി 80 ഡിഗ്രി. സൈൻ 80 ഡിഗ്രി എത്രയാണ്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 10 ഇൻറ്റു 0.98 ഈക്വൽ ടു എത്ര വരും? 9.8 സെന്റിമീറ്റർ. അതായത് എ സി എന്ന കോഡിന്റെ നീളം 9.4 സെന്റിമീറ്ററും ബി സി എന്ന കോഡിന്റെ നീളം 9.8 സെന്റിമീറ്ററുമാണ്. അടുത്ത ചോദ്യം. Gobi and Gautam stand on opposite sides of a tower. The children and tower are on a straight line also. Gobi sees the top of a tower at an angle of elevation 36 degree. Gautam sees the top of a tower at an angle of elevation 52 degree. The distance between the children is 60 meters. Draw a rough figure according to the given information. Find the height of the tower. Height of children can be neglected. ഗോപിയും ഗൗതമും ഒരു ഗോപുരത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് നിൽക്കുന്നത്. കുട്ടികളും ഗോപുരവും ഒരേ വരയിലുമാണ്. ഗോപി ഗോപുരത്തിന്റെ മുകളറ്റം 36 ഡിഗ്രി മേൽക്കോണിലും ഗൗതം 52 ഡിഗ്രി മേൽക്കോണിലും കാണുന്നു. കുട്ടികൾ തമ്മിലുള്ള അകലം 60 മീറ്റർ ആണ്. തന്നിരിക്കുന്ന വിവരങ്ങൾക്കനുസരിച്ച് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. ഗോപുരത്തിന്റെ ഉയരം കണക്കാക്കുക. കുട്ടികളുടെ ഉയരം പരിഗണിക്കേണ്ടതില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു റഫ് ഫിഗർ അഥവാ ഒരു ഏകദേശ ചിത്രം വരയ്ക്കണം. ആദ്യം തന്നെ നമുക്കൊരു ടവർ വരയ്ക്കണം. ടവറിന്റെ ഒരു സൈഡിൽ ഗോപി, മറ്റേ സൈഡിൽ ഗൗതം. ഇനി ഗോപി ഈ ടവറിന്റെ മുകളിലേക്ക് നോക്കുന്നത് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 36 ഡിഗ്രിയാണ്. അഥവാ 36 ഡിഗ്രി മേൽക്കോണിലാണ്. എന്താണ് ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എന്ന് പറയുന്നത്? കുട്ടിയുടെ സ്ട്രെയിറ്റ് വ്യൂവും മുകളിലേക്കുള്ള നോട്ടവും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് എലിവേഷൻ അഥവാ മേൽക്കോൺ. അത് എത്രയാണ്? 36 ഡിഗ്രി. ഇനി ഗൗതം ടവറിന്റെ മുകളിലേക്ക് നോക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ അല്ലെങ്കിൽ മേൽക്കോൺ എത്രയാണ്? 52 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ റഫ് ഫിഗർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടവറിന്റെ ഹൈറ്റ് ആണ്. ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ഗോപിയും ഗൗതമും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ എ ബി സി ഡി എന്ന് അടയാളപ്പെടുത്താം. ഇവിടെ ഗോപിയും ഗൗതമും തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എ ഡി എന്ന ദൂരം എക്സ് എന്നെടുക്കാം. അപ്പോൾ ഡി ബി എത്ര വരും? 60 മീറ്ററിൽ നിന്നും എക്സ് മീറ്റർ കുറച്ചതായിരിക്കും. ഇനി നമുക്ക് ആദ്യം ട്രയാങ്കിൾ എ ഡി സി എടുക്കാം. എന്താണ് ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അഥവാ മട്ട ത്രികോണമാണ്. ഇതിന്റെ ഒരു ആംഗിൾ 36 ഡിഗ്രിയാണ്. ഇനി ഈ 36 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളതോ 36 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. അതെത്രയാണ്? എക്സ് ഡിഗ്രി. ഇനി അഡ്ജസന്റ് സൈഡ് തന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക? ടാൻ ആണ് ഉപയോഗിക്കുക. കാരണം ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്, അഥവാ എതിർവശം ബൈ സമീപവശമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ, ഇവിടെ ആംഗിൾ എത്രയാണ്? 36 ഡിഗ്രി ഈക്വൽ ടു ടാനിന്റെ ഇക്വേഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ടവറിന്റെ ഹൈറ്റ് ആണ്. അതിനെ നമുക്ക് എച്ച് എന്നുകൊണ്ട് സൂചിപ്പിക്കാം. എച്ച് ബൈ അഡ്ജസന്റ് എത്രയാണ്? എക്സ് ആണ്.
ടാൻ 36 ഡിഗ്രി എത്രയാണ്? നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.72. എച്ച് ബൈ എക്സ് ഈക്വൽ ടു 0.72നെ നമുക്ക് എച്ച് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എഴുതാം. എങ്ങനെ? 0.72 എക്സ്. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്നിടാം. ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ബി ഡി സി. ട്രയാങ്കിൾ ബി ഡി സിയുടെ പ്രത്യേകത എന്താണ്? അതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്, അഥവാ ഒരു മട്ടത്രികോണമാണ്. കാരണം ഡി എന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. അവിടെ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ എത്രയാണ്? 52 ഡിഗ്രി എന്ന ആംഗിൾ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടവറിന്റെ ഹൈറ്റ് ആണ്. അതായത് 52 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശമാണ്. തന്നിട്ടുള്ളത് എന്താണ്? 52 ഡിഗ്രിയുടെ അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശമാണ്. അത് എത്രയാണ്? 60 - x ആണ്. അഡ്ജസന്റ് സൈഡ് തന്ന് ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക? ടാൻ എന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുക. ഇവിടെ ആംഗിൾ എത്രയാണ്? ടാൻ 52 ഡിഗ്രി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എച്ച് കൊണ്ട് സൂചിപ്പിക്കുന്നു, അഡ്ജസന്റ് സൈഡ് 60 - x. ടാൻ 52 ഡിഗ്രി എത്രയാണ്? നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 1.28. ഇനി നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? എച്ച് ഈക്വൽ ടു 1.28 ഇൻറ്റു 60 - x. ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് എഴുതാം. ഇനി ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. 0.72 എക്സ് ഈക്വൽ ടു 1.28 ഇൻറ്റു 60 - x. കാരണം എന്താണ്? രണ്ടിനും എച്ചിനോട് തുല്യമാണ്. ഇനി ഈ ഇക്വേഷനിൽ നിന്നും നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെയാണ്? 0.72 എക്സ് ഈക്വൽ ടു 1.28 ഇൻറ്റു 60. എങ്ങനെയാണ് ഗുണിക്കുക? ഡെസിമൽ പോയിന്റ് മാറ്റി ഗുണിക്കണം. 128 ഇൻറ്റു 60. 0 ഇൻറ്റു 8 എത്ര? 0. 0 ഇൻറ്റു 2 0. 0 ഇൻറ്റു 1 0. 6 ഇൻറ്റു 8 എത്രയാണ്? 48. 6 ഇൻറ്റു 2 എത്രയാണ്? 12 ആണ്. 12ലൂടെ 4 കൂട്ടിക്കഴിഞ്ഞാൽ 16. 6 ഇൻറ്റു 1 എത്രയാണ്? 6. 6ലൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 7. ഇത് കൂട്ടിയാൽ എത്ര വരും? 0 ഇറക്കി എഴുതി. 0 + 8 8. 0 + 6 6. 7 ഇറക്കി എഴുതി. അപ്പോൾ 1.28 ഇൻറ്റു 60 7 6 8 0 എന്ന് കിട്ടി. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര സംഖ്യകളുണ്ട്? 2 സംഖ്യകളുണ്ട്. അപ്പൊ 2 സംഖ്യകൾക്ക് പിന്നിലായിട്ട് ഡെസിമൽ പോയിന്റ് ഇടുന്നു. അപ്പോൾ 1.28 ഇൻറ്റു 60 എന്ത് വന്നു? 76.80 മൈനസ് 1.28 ഇൻറ്റു എക്സ് എന്ത് വരും? മൈനസ് 1.28 എക്സ്. ഇനി ഈ 1.28 എക്സിന് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 0.72 എക്സ് പ്ലസ് 1.28 എക്സ് ഈക്വൽ ടു 76.8. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കൂട്ടണം. അതായത് 0.72 കൂട്ടണം 1.28. 8 + 2 എത്രയാണ്? 10 ആണ്. ഇനി 7 + 1 എത്ര? 8 ആണ്. 8ലൂടെ 2 കൂട്ടിയാൽ വീണ്ടും 10. ഡെസിമൽ പോയിന്റ് ഇറക്കി എഴുതി. 1 + 1 എത്ര വന്നു? 2. അപ്പൊ 2.00 എന്ന് പറയുന്നത് 2x ഈക്വൽ ടു 76.8. എക്സ് ഈക്വൽ ടു 76.8ന്റെ പകുതി. അതായത് 76ന്റെ പകുതി എത്രയാണ്? 38 ആണ്. ഇനി 8ന്റെ പകുതി എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് എക്സ് എന്നത് എന്ത് കിട്ടി? 38.4 ആണെന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇക്വേഷൻ നമ്പർ 1? എച്ച് ഈക്വൽ ടു 0.72 എക്സ് ആണ്. ഈ എക്സിന്റെ സ്ഥാനത്ത് 38.4 ഇട്ട് കൊടുത്താൽ നമുക്ക് ടവറിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചൂടെ? അതായത് 0.72 ഇൻറ്റു 38.4. ഇനി ഇതിനെങ്ങനെയാണ് ഗുണിക്കുക? 384 ഹരിക്കണം 72. 2 ഇൻറ്റു 4 എന്താണ്? 8. 2 ഇൻറ്റു 8 എത്രയാണ്? 16. 2 ഇൻറ്റു 3 എത്രയാണ്? 6. 6ലൂടെ 1 കൂട്ടിയാൽ 7. അടുത്തതായി 7 ഇൻറ്റു 4 എത്രയാണ്? 14. സോറി, 7 ഇൻറ്റു 4 എത്രയാണ്? 28. 7 ഇൻറ്റു 8 എത്രയാണ്? 56. 56ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 58. 7 ഇൻറ്റു 3 എത്രയാണ്? 21. 21ന്റെ കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 26. ഇനി ഇത് കൂട്ടിയാൽ 8 ഇറക്കി എഴുതി. 8ഉം 6ഉം കൂട്ടിയാൽ എത്ര വരും? 14. 8 + 7 15. 15ലൂടെ 1 കൂട്ടിയാൽ 16. 6 + 1 7. 2 ഇറക്കി എഴുതി. അതായത് 0.72 ഇൻറ്റു 38.4. നമുക്ക് എങ്ങനെ ഉത്തരം കിട്ടുന്നത്? 2 7 6 4 8. ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 1 2 3. അപ്പോൾ 3 സംഖ്യകൾ കഴിഞ്ഞ് ഡെസിമൽ പോയിന്റ് ഇടുന്നു. അതായത് ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്
ഹൈറ്റ് ഓഫ് ദ ടവർ എത്രയാണ്? 27.648 മീറ്റർ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ 2014 SSLC എക്സാമിനേഷനിൽ ചോദിച്ച ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ്. താങ്ക്